പ്രഭയോ അല്ല പ്രഭു. ആ എന്താ പ്രഭു? ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന രാജാവാണോ അതോ പ്രസവം എടുക്കുന്ന ആളാണോ? അതല്ല പ്രഭു, അവരെന്തോ സങ്കടം ബോധിപ്പിക്കാൻ വന്നതാണ്. സങ്കടം പൊതിക്കാനോ? പൊതിക്കാൻ സങ്കടം എന്താ, തേങ്ങയാണോ? ബോധിക്കാനല്ല, ബോധിപ്പിക്കാൻ. ഓഹോ, എങ്കിൽ കയറി വരാൻ പറയൂ. കയറി വന്നാലും മഹാമന്ത്രി, ദേ നോക്കിയേ, ഇതാരൊക്കെയായി വരുന്നതെന്ന്. എവിടെയായിരുന്നു ഇത്രയും കാലം? ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു അല്ലേ? ആഹാ, രാജൻ ഇവരെയൊക്കെ അറിയൂ? ഓ, എവിടെ? ആരാ ഇവരൊക്കെ? എന്തിനിവിടെ വന്നു? എടി പെണ്ണെ, ആളിത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാള്. സ്ഥലമൊന്നും മാറിയിട്ടില്ലല്ലോ. ഇല്ല, എനിക്ക് ഉറപ്പാ. മരുമോനെ, ഇവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഓർമ്മയുണ്ടോ ആ മുഖമെന്ന്? ഓ, മനസ്സിലായി. പല്ലനയിലെ ഗോപിക തമ്പുരാട്ടി അല്ലേ? ഈരാറ്റുപേട്ടയിലെ മൃണാളിനി അല്ല. ഗൗരി, ലക്ഷ്മി, നന്ദിനി അല്ല അല്ല അല്ല. ശോ, പിന്നെ നീ ഏതാ കൊച്ചേ? അങ്ങയുടെ മകളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത്? കണ്ണാശ്രമത്തിലെ ശകുന്തള. കണ്ണാശുപത്രിയിലെ ശകുന്തളയോ? അപ്പോ ആള് നേഴ്സാണല്ലേ? കണ്ണാശുപത്രി അല്ല, കണ്ണാശ്രമത്തിലെ ശകുന്തളാന്ന്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല. നീ ഒന്നോടെ സൂക്ഷിച്ചു നോക്കിയേ, ഇത് തന്നെയല്ലേ ആള്? തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. ദേ, ഒരൊറ്റ പ്രാവശ്യം കണ്ടാ മതി, എനിക്ക് ആളെ തെറ്റത്തില്ല. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്നെ ഓർമ്മയില്ലേ? ദേ, എന്റെ ഈ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അങ്ങാണ്. രാജൻ, ഈ അങ്ങെന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും രാജൻ? മനസ്സിലായില്ലേ? അങ്ങ് ദൂരെ, അങ്ങോണ്ട്. അതല്ല, കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന്. എന്ത്? വൃത്തികെട്ടവൻ. തന്റെ മുഖവിനെ എനിക്ക് കാണണ്ട. താൻ കൂടും കുടുക്കയും എടുത്തുകൊണ്ട് ഇന്ന് ഇറങ്ങിക്കോണം ഇവിടുന്ന്. കണ്ണിച്ചോരയില്ലാത്ത വൃത്തികെട്ടവൻ. ശാപം. അയ്യോ രാജൻ, അവൾ വിരൽ ചൂണ്ടിയത് എന്റെ നേരെയല്ല, അങ്ങയുടെ നേരെയാണ്. എന്താ? അസംഭവ്യം, അസംഭവ്യം, അസംഭവ്യം. ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല. പിന്നെ ആരാണ്? ആ പുല്ലാണ്. ഏത് പുല്ല്? ഗർഭപ്പുല്ല്. ഓടാ പുല്ല്. ഈ പോടാ പുല്ല്. ആണ്ട കിടക്കണ്. എന്റെ ആശ്രമത്തിൽ വന്നിട്ട് കണ്ണും കൈയും കാണിച്ച് എന്റെ കൊച്ചിനെ മയക്കിയെടുത്തും പോരാഞ്ഞിട്ട് ഇപ്പൊ ഇള്ളാക്കുഞ്ഞ് ചമയുന്നു. ആഹാ, കൊള്ളാലോ. എന്റെ കൊച്ചിനോട് ഇങ്ങനെ കാണിച്ചതിന് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെ സാക്ഷി നിർത്തി നിന്നെ ഞാൻ ശപിക്കുന്നു. ഐ വിൽ ബ്രേക്ക് യു. ആരുടെ ഇവിടെ ഉടക്ക് നടക്കുമ്പോ അവിടുന്ന് തനിയാവർത്തനം വായിക്കുന്ന? അയ്യോ വേണ്ടച്ചാ, ശപിക്കരുത്. ശപിക്കും, ഞാൻ ശപിക്കും. വേണ്ടച്ചാ, ഇതുപോലൊരു ശാപം കാരണമാ ഇദ്ദേഹം എന്നെ മറന്നുപോയത്. വേണ്ടേ, തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ, തന്റെ മോള് വന്ന് നോക്കത്തില്ല. കാലേവാരി ഞാൻ ബിറ്റേറ്റായിരുന്നു. എനിക്ക് വേറൊരു വൃത്തികെട്ട മോൻ കൂടിയുണ്ട്. ഒരാൾക്ക് രണ്ട് വൃത്തികെട്ട മുഖമോ? മഹാരാജൻ, എന്താണ്? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഏത് ചാനലിലാ വന്നത്? ചാനലിലോ? അതല്ല രാജൻ, മുക്കുവശ്രേഷ്ഠൻ കൊണ്ടുവന്ന മീൻ വെട്ടിക്കഴുകാൻ എടുത്തപ്പോൾ അങ്ങയുടെ കളഞ്ഞുപോയ മോതിരം അതിനുള്ളിലിരിക്കുന്നു. മഹാ അത്ഭുതം. എവിടെ നോക്കട്ടെ? ദാ നോക്ക്. അയ്യോ, ഇതെന്റെ മോതിരമാണല്ലോ. ഇപ്പോഴെനിക്ക് എല്ലാം ഓർമ്മ വരുന്നു. മഹാപാപി. അയ്യോ, ഞാനെന്ത് തെറ്റായത്? തന്നെയല്ല, ഞാൻ എന്നെ തന്നെ വിളിച്ചതാ. ഞാനൊരു പാപിയാണ്. അയ്യോ അയ്യോ അയ്യോ. കാട്ടിൽ ബോറടിച്ചിരുന്ന എന്നെ സാമീപ്യം കൊണ്ട് സന്തോഷിപ്പിച്ച എന്റെ കന്യകേ, നീ എന്നോട് പൊറുക്കണം. ഇതെന്തോ ഈ പറയുന്നേ? അങ്ങയുടെ കൂടെ പൊറുക്കാനല്ലേ ഞാൻ ഈ വന്നേക്കുന്നത്. ആരെവിടെ? എന്തരാജൻ? ഗന്ധരാജനല്ലടാ, ത്യാഗരാജൻ. എടാ പേട്ടത്തലയ മന്ത്രി. പറയൂ രാജൻ. മറയൂർ രാജനോ? അതാരാണ്? ശോ, പറയൂ രാജാവേ. എടോ, ഈ സന്തോഷ സുദിനത്തിൽ നടക്കട്ടെ ആട്ടവും പാട്ടും.